മധുരത്തിനോട് ഒത്തിരി ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് തന്നെ സദ്യവട്ടങ്ങളിൽ എനിക്കിഷ്ടം ഈ ഒരു മധുരപ്പച്ചടിയോട് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ഈ പൈനാപ്പിൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, 1/2 കപ്പ് വെള്ളവും, ഒരു കഷ്ണം ശർക്കരയും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് മൂടി വേവിക്കാൻ വെക്കുക കേട്ടോ. അരമുറി തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ വേവിക്കാൻ വെച്ച ആ ഒരു പൈനാപ്പിളിലേക്ക് ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ അരച്ച അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് യോജിക്കുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ പൈനാപ്പിളിലേക്ക് ഈ ഒരു അരപ്പ് നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയം നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം നമ്മൾ താളിച്ചൊഴിച്ചു കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.